നമുക്ക് അരവിന്ദിന്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കാവേരിയുടെ ഗംഗയുടെ ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും ഇന്നു മുതൽ കൃത്യസമയത്ത് തന്നെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ, ആഹാരം വിളമ്പി കൊടുത്തിട്ട് സുജാത ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശാരദയോടും മക്കളോടും. സഹിക്കാൻ പറ്റിയില്ല. ആഹാരം വിളമ്പി വെച്ചിട്ട് ഓരോ കുറ്റപ്പെടുത്തലുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി ഗംഗയ്ക്ക് യമുനയ്ക്കൊക്കെ. കാവേരി ആണെങ്കിലോ ജയപാലിനെ കാണാൻ പോയിരിക്കുമായിരുന്നു. കാവേരി മാത്രം അവിടെ ഇല്ലായിരുന്നു. പിന്നീട് സുജാത പറഞ്ഞു കഴിക്ക് എന്നൊക്കെ പറയണം. അങ്ങനെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശാരദയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുക. ഈ സമയത്ത് നിളയോട് ഗംഗ പറഞ്ഞു, മോളെ നീ കഴിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ട, വിശക്കുന്നില്ല ചേച്ചി പറഞ്ഞു. നീ അല്ലേ പറഞ്ഞു മുമ്പേ വിശക്കുവന്ന്, കഴിക്കാൻ പറഞ്ഞു. പക്ഷെ കഴിക്കാനായിട്ട് കൂട്ടാക്കിയില്ല. അത്രയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു നിളയ്ക്കും. ഈ സമയത്ത് കാവേരി നേരെ വീട്ടിലേക്ക് വരുവാണ്. വരുന്ന സമയത്ത് ടൗണിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും വിനീതിന്റെ കട കണ്ട് നേരെ വിനീതിന്റെ കടയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ തുടങ്ങുവാണ്. ആ സമയത്ത് സ്കൂട്ടി ഒന്ന് പാളിപ്പോയി. കാരണം കാവേരിക്ക് സ്കൂട്ടി പോലും നേരെ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരീരം അത്രയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കാവേരിക്ക്. ബോഡിയൊക്കെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. ഒടുവില് ആ സ്കൂട്ടിയും കൊണ്ട് മറിഞ്ഞു വീഴാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വിനീത് ഓടി ഇറങ്ങി വന്നു. എന്താ കാവേരിയും ചോദിച്ചോണ്ട് പിന്നീട് സ്കൂട്ടിയൊക്കെ എടുത്ത് നേരെ വെച്ചു. കാവേരിയും വിളിച്ചോണ്ട് ടൈലർ ഷോപ്പിലേക്ക് കയറി ചെല്ലുവാണ്. നെവിനും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ കാവേരിയോട് ചോദിച്ചു, എന്താ കാവേരി നിനക്കിത് എന്തു പറ്റിയെന്ന് ചോദിച്ചു. ആകെപ്പാട് ക്ഷീണമാണല്ലോ, എനിക്ക് കുടിക്കാൻ ഒരു ഇത്തിരി വെള്ളം തരുമോ വിനീതേട്ടാന്ന് ചോദിച്ചു. അതിനെന്താ എന്ന് പറഞ്ഞ് വിനീത് പെട്ടെന്ന് വെള്ളം കൊടുത്തു. അല്ല നീ ഇത് എവിടെന്നാ വരണേ, വീട്ടിൽ നിന്നാണോന്ന് ചോദിച്ചു. അല്ല പിന്നെയോ, ഞാൻ ജയപാലൻ അങ്കിളിനെ കാണാൻ പോയതാ. അങ്കിളിന് എന്തിനാ? അത് വീടിന്റെ കാര്യം എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പണം വേണമല്ലോ ലോൺ കെട്ടാനായിട്ട്. അപ്പൊ അതിന്റെ കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി പോയതാ. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി അത് കിട്ടുവാണ്, നല്ല കാര്യല്ലേ. എന്നിട്ട് അങ്കിൾ എന്ത് പറഞ്ഞു? അങ്കിള് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല വിനീതേട്ടാ. അങ്കിള് പറയണത് 5-8 മാസമായിട്ട് അച്ഛൻ പണമൊന്നും അയക്കുന്നുണ്ടായിരുന്നില്ല ഇല്ലെന്നാ. ജയപാലൻ അങ്കിളിന്റെ അക്കൗണ്ടിലേക്കല്ല പണമൊക്കെ അയച്ചുകൊണ്ടിരുന്നേ, അയക്കുന്നില്ലെന്നാ പറയണത്. അവിടെ എന്തോ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പോലും. പക്ഷെ ഇതൊന്നും എനിക്കറിയില്ല. അച്ഛൻ ഞങ്ങളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. ഗംഗേശ്വര കല്യാണം നടത്താനായിട്ട് അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നേ. പക്ഷെ എങ്കിൽ ആ കല്യാണം ഉറപ്പിക്കുന്ന സമയത്തും അല്ലെങ്കിൽ എൻഗേജ്മെന്റ് തലേദിവസം പോലും അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ പ്രശ്നങ്ങളുണ്ട്. അച്ഛനോട് അമ്മ ഇനി പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ, പോകാതിരിക്കാൻ പറ്റില്ല, ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊന്നും നടത്തണ്ടേ, അതുകൊണ്ട് ജോലിക്ക് പോകണമെന്നാ. അവിടെ ജോലിക്കൊരു പ്രശ്നം ഉണ്ടെന്നൊന്നും ഞാൻ കറിയുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇതിനിടയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയില്ല. അപ്പോഴേക്കും വിനീതിന് സംശയമായി. വിനീത് പറഞ്ഞു, അല്ല ഒരിക്കലും അമ്മാവൻ ഇങ്ങനെ ചെയ്യത്തില്ലോ, പണം എന്തായാലും അയക്കാതിരിക്കില്ലോ. അതെ, അതാ എനിക്ക് സംശയം. അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല. കാരണം പണത്തിന്റെ കാര്യത്തെയൊക്കെ കൃത്യമായിരിക്കും. ഇല്ലെങ്കിൽ അച്ഛൻ ഇല്ലാന്ന് പറയണ്ട, ഞങ്ങളോട് ആരോടെങ്കിലും ഒരാളോടെങ്കിലും പറയണ്ട. ഇത് അമ്മയോടും എന്നോടും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ ജയപാലനങ്ങൾ പറയുമ്പോഴേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നേ. എന്താ ഏതാന്നും അറിയത്തില്ല വിനീതേട്ടാന്ന് പറഞ്ഞു. വിനീത് പറഞ്ഞു, നീ ടെൻഷൻ അടിക്കാതിരിക്കുക, സമാധാനപ്പെട. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എവിടെ നിന്നെങ്കിലും പണം വാങ്ങിയാലോ, കുറച്ച് പണം എങ്ങനെയും ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. വേണ്ട, എൻ്റെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് ആരുടെ കയ്യെ കാലം വീഴാൻ പോയിട്ടില്ല. ഞങ്ങളെ നല്ല അന്തസ്സായിട്ട് വരെ വളർത്തിക്കൊണ്ട് വന്നേ. ആ അച്ഛൻ്റെ മക്കളല്ലേ, ഞങ്ങൾ നോക്കട്ടെ എന്തേലും വഴിയുണ്ടോന്ന്. ആ സമയത്ത് നെവിൻ ചോദിച്ചു, അല്ല ഞാൻ എന്തേലും പണം കടമായിട്ട് തരണോന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. കാവേരി ഇരുന്ന് കരയുവാണ്. കാവേരിയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നുണ്ടപ്പോൾ നെവിന് സങ്കടമായി. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, എന്തിനെങ്ങനെ കരയണേ, കണ്ണ് തുടക്കി കാവേരി. നീ എന്തേലും കഴിച്ചായിരുന്നോ, ഞാൻ എന്തേലും വാങ്ങിച്ചാട്ടെന്ന് ചോദിച്ചു. വേണ്ട വിനീതേട്ട, എനിക്ക് വിശക്കണില്ലാന്ന് പറഞ്ഞു. പിന്നീട് കാവേരി പറഞ്ഞു, ശരി ഞാൻ പോയേക്കോ എന്ന് പറഞ്ഞ് കാവേരി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ടപ്പം വിനീതിന് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ആ കുടുംബത്തില് എല്ലാരെയും ഇപ്പൊ താങ്ങി നിർത്തുന്ന ഒരേ ഒരാള് കാവേരിയാണ്. കാവേരി ആയിരുന്നു ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഒരു ധൈര്യശാലി എന്ന് പറഞ്ഞാല്. ആൺകുഞ്ഞുണ്ടാകുന്ന സമയത്ത് പെൺകുഞ്ഞുണ്ടായതാന്നൊക്കെ രാധമ്മ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു. അതുപോലെയുള്ള സ്വഭാവമായിരുന്നു അവളുടെ. പക്ഷെ അവള് പോലും തളർന്നു പോയിരിക്കുക. പക്ഷെ എല്ലാരും മുന്നോട്ട് കൊണ്ടുപോയല്ലേ മതിയാവുള്ളൂ. ഒരാൾ മരിച്ചുപോയെന്ന് കഴിഞ്ഞിട്ട് തളർന്നു പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രം കാവേരി ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുവാണ്. എങ്ങനെയെങ്കിലും ആ വീട് ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കുവാണെങ്കിൽ നല്ല കാര്യമാണെന്ന് ഓർത്തിട്ട്. പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വിനീത് 1-2 കവറിനകത്ത് കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വരുവാണ്. പിന്നീട് ഗംഗേനെ യമുനെ എല്ലാവരും വിളിക്കുകയാണ്. അവരൊക്കെ അങ്ങോട്ട് വന്നു. ആ സമയത്ത് നീള ചോദിച്ചു, ഇതെന്താ വിനീതേട്ടാന്ന് ചോദിച്ചു. അതെ, നിങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം ഇപ്പോൾ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് വെച്ചു. പിന്നീട് കഴിക്കാണ്ട് എടുക്കുന്ന സമയത്ത് നിള ചോദിച്ചത് എന്താ ഇത്, പൊറോട്ടയാ, നിനക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമല്ലേന്ന് ചോദിച്ചു. പൊറോട്ട. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നീള പറഞ്ഞു അതേന്ന് പറഞ്ഞു. പിന്നീട് ശാരദയെ വിളിച്ചിട്ട് പറഞ്ഞു,
ബാ അമ്മായി കഴിക്കാനൊക്കെ പറയണം. പക്ഷേ എങ്കിൽ ശാരദ പറഞ്ഞു എനിക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് സുജാത അങ്ങോട്ടേക്ക് വരുന്നത്. സുജാത ഇത് കണ്ടു. ഓഹോ, പൊറോട്ടയൊക്കെ മേടിച്ചോണ്ട് വന്നിരിക്കുവാണോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം വിനീത് പറഞ്ഞു അതെ, ഇവർക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന. അപ്പോഴേക്കും യമുന പറഞ്ഞു അമ്മ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്താ അമ്മായി കഴിക്കാത്തേന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് വിശക്കുന്നില്ലായിരുന്നു. വിശക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുപോലെ തന്നെ ഗംഗേച്ചി ഒന്നും കഴിച്ചില്ല. അവരൊന്നും കഴിക്കാതിരിക്കുക എന്നുള്ള കാര്യം വിനീതിന് മനസ്സിലായി. വിനീത് പറഞ്ഞു ഇനി ആരും പട്ടിണി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല, കഴിക്കാൻ പറഞ്ഞു. പിന്നീട് സുജാതയുടെ അമ്മയ്ക്ക് വേണമെന്ന് ചോദിച്ചു. ഓ എനിക്കെങ്ങും വേണ്ട, നീ അവർക്കങ്ങോട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിനക്ക് നാണമില്ലല്ലോ. ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നു നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഇത്രയെങ്കിലും നാണം ഉണ്ടെങ്കിൽ ഒരിക്കലും നീ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അതെങ്ങനെയാ നിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഓ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതോ. അപ്പോഴേക്കും വിനീത് പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കാവോ അമ്മേ, ഈ ആഹാരം കഴിക്കുന്നോടം വരെയെങ്കിലും. എടാ നീ എന്തിനാടാ ഇങ്ങനെ പണമൊക്കെ വെറുതെ ചെലവാക്കുന്നേ? കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയല്ല നീ പൈസ ഉണ്ടാക്കുന്നേ. ആ പൈസ ചുമ്മാ ഇങ്ങനെ ഈ പുറത്തുനിന്ന് ആഹാരം മേടിച്ച് കഴിക്കേണ്ട, പുറത്തുനിന്ന് ആഹാരം മേടിച്ച് കളയേണ്ട കാര്യമുണ്ടോ? ഞാനിവിടെ ആഹാരം ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് കഴിച്ചാൽ പോരെ ഇവിടെ ഉള്ളവർക്ക്. ഓ ഇനിയിപ്പോ പുറത്തെ ആഹാരം കഴിക്കൊണ്ടായിരിക്കുള്ളൂ, എല്ലാരും തമ്പരാട്ടിമാരല്ലേ. പിന്നീട് പറഞ്ഞു എന്തോ അമ്മയ്ക്കിത്. പിന്നീട് യമുനോട് പറഞ്ഞു യമുന നീ ഒരു കാര്യം ചെയ്യ, രാധമ്മയും കൂടെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ രാധമ്മ വന്നു കഴിഞ്ഞപ്പോ സുജാത പറഞ്ഞു അമ്മേ, അമ്മയ്ക്കാണ്ടേ കൊച്ചുമോൻ പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു, ഈ പ്രായമായ അമ്മയ്ക്ക്. അപ്പോഴേക്കും വിനീത് പറഞ്ഞു അമ്മമ്മയ്ക്ക് ഞാനേ ഇഡ്ഡലി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ എനിക്കെന്താ ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയത്തില്ലേ? ഇനിയിപ്പോ നീ പുറത്തുനിന്ന് ഇഡ്ഡലി വാങ്ങിച്ചോണ്ട് കൊടുത്താലോ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുവാണ്. ആ സമയം വിനീത് പറഞ്ഞു അമ്മയ്ക്ക് വേണേ കഴിക്കുക, അല്ലമ്മ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. എനിക്കെങ്ങും വേണ്ടായേ, നീ അങ്ങോട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. രാധമ്മ സുജാത പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കാവോ, അവരാഹാരം എങ്ങനെയൊന്നും കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഓ ഇപ്പൊ ഞാൻ പറയുന്ന കുറ്റം, അമ്മയ്ക്ക് അമ്മയുടെ മരുമോളെ കുറ്റം പറയാൻ പറ്റില്ല, സ്വന്തം മോളെ അമ്മയ്ക്ക് കുറ്റം പറയാലോ അല്ലേ. ഈ സമയത്ത് ഗംഗയോട് വിനീത് പറഞ്ഞു ഇതേ ഗംഗയ്ക്കുള്ള കറി, ഗംഗയ്ക്ക് ഞാൻ മുട്ടക്കറി വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നീള ചോദിച്ചു അല്ല ഗംഗേച്ചിക്ക് മുട്ടക്കറി ഇഷ്ടമെന്നുള്ള കാര്യം വിനീതേണ്ട എങ്ങനെ അറിയാവുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് അവിടെയുള്ള എല്ലാവരുടെയും കാര്യം അറിയാലോ എന്ന് പറഞ്ഞു. ഗംഗ വിനീതിനെ ഒന്ന് നോക്കുകയാണ്. നീള പറഞ്ഞു അതെനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. പിന്നീട് നീള ഇങ്ങനെ പ്ലേറ്റിനകത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ വിനീത് പറഞ്ഞു അല്ല എന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചു. അതെ വീട്ടിലാണെങ്കിൽ അച്ഛനുള്ള സമയത്താണെങ്കിൽ അച്ഛൻ എനിക്ക് ഈ പൊറോട്ട ഇങ്ങനെ മുറിച്ചിട്ട് തരുമെന്ന് പറഞ്ഞു. അതാണ് ആ കാര്യം, ഇങ്ങോട്ട് ഞാനത് പിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് വിനീത് മേടിച്ചിട്ട് അതൊക്കെ പിച്ചിട്ട് കൊടുക്കുകയാണ്. നിളയ്ക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവരും വിനീത് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നോക്കിയിരിക്കുകയാണ്. ശാരദ മാത്രം കഴിക്കുന്നില്ല. അപ്പോഴേക്കും വിനീത് ശാരദയോട് പറഞ്ഞു എന്താ അമ്മായി കഴിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ട മോനെ, എനിക്ക് കഴിക്കാൻ തോന്നില്ലെന്ന് പറഞ്ഞു. ഓ ഒരു മോന്, ഇപ്പോഴാണോ ഇവൻ മോനായത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ശാരദ നിനക്ക്. കെകെ മറ്റൊരു ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്ന സമയത്ത് എന്റെ മോനെ നിങ്ങളെല്ലാം നിഷ്കരണം തള്ളിക്കളഞ്ഞാലേ, എന്നിട്ടിപ്പോഴോ ആരോരും ഇല്ലാതെ വന്ന സമയത്ത് എന്റെ മോൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ തുണയായിട്ട്. നിന്റെയൊക്കെ മനസ്സിൽ അതൊക്കെ ഇരിക്കണം. ഒടുവിൽ വിനീത് പറഞ്ഞു അമ്മ എഴുന്നേറ്റ് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ എഴുന്നേറ്റ് പോകണമെന്ന് ചോദിച്ചു. ഒരാഹാരം കൊണ്ടേ വെച്ച കഴിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ദേഷ്യപ്പെട്ട് സുജാത അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. അപ്പോഴേക്കും വിനീത് ശാരദയോട് പറഞ്ഞു സങ്കടപ്പെടുകയൊന്നും വേണ്ട, കഴിക്കുക, അമ്മ എങ്ങനെയൊക്കെ പറയും, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കഴിക്കാനും പറഞ്ഞ് നിർബന്ധിക്കുക. ഒടുവിൽ ശാരദയൊക്കെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്. അങ്ങനെ രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ യമുന നിളം കിടന്ന് ഉറങ്ങുവാണ്. ഗംഗയും കാവേരി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആകെപ്പാട് ടെൻഷൻ അടിച്ച് ശാരദ ഇരിക്കുകയാണ്. അപ്പോഴേക്കും കാവേരി ചോദിച്ചു അമ്മ എന്താ കിടന്ന് ഉറങ്ങാത്തതെന്ന് ചോദിച്ചു. എനിക്കെന്തോ ഉറക്കം വരുന്നില്ല, 2 ദിവസമായിട്ട് ഞാൻ ഒരേ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. എന്ത് അല്ല അവർ ഉറങ്ങിയെന്ന് ചോദിച്ചു. അവർ ഉറങ്ങിയെന്ന് പറഞ്ഞു. ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ, ആ മലയിൽ പോയിട്ട് താഴേക്ക് ചാടിയാലോ എന്ന് ചോദിച്ചു. താഴേക്ക് ചാടാനാ? അതെ, ഞാൻ നോക്കിയിട്ട് വേറൊരു നിവൃത്തി കാണുന്നില്ല, എന്ത് ചെയ്യാനാ? നമ്മൾ തനിച്ചായി പോയില്ലെന്ന് ചോദിച്ചു. അമ്മ എന്ത് വർത്താനം പറയണെന്ന് കാവേരി ചോദിച്ചു. അമ്മയ്ക്ക് എന്താ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടോ? അങ്ങനെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ? പിന്നെ ഇവർക്കാരുണ്ട്? അത് മാത്രമല്ല അച്ഛൻ മരിച്ചെന്ന് കഴിഞ്ഞ് നമുക്ക് ജീവിക്കേണ്ടെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശാരദ പറഞ്ഞു എനിക്കറിയില്ലടി എന്ത് ചെയ്യേണ്ടതെന്ന്, എനിക്ക് മരിക്കാൻ തോന്നുക, അത്രയ്ക്ക് ടെൻഷനുണ്ട് എനിക്ക് ജീവിക്കണം എന്നില്ല. അരവിന്ദണ്ണ ഉണ്ടായ സമയത്ത് ഒന്നും അറിയണ്ടായിരുന്നില്ല, ഇപ്പോഴാണെങ്കിലോ. അപ്പോഴേക്കും കാവേരി ചോദിച്ചു സത്യം പറയാമേ, അമ്മയുടെ പേരിൽ അച്ഛൻ എവിടെയെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല, അന്ന് എന്നോട് സൈൻ ചെയ്ത് മേടിച്ചിട്ട് പോയതാ. പിന്നെ ഈ കാര്യത്തെക്കുറിച്ച് 2-3 വട്ടം പറഞ്ഞപ്പോഴും ഞാൻ പിന്നെ ആട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ എനിക്കായിരുന്നു അന്നൊരു ഉത്സാഹമില്ലായിരുന്നേ. ഇപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാകുന്നേ. എൻ്റെ അമ്മ നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നില്ലേ ഇതൊക്കെ? എന്നാലും ശരിക്കൊന്നോട് ആലോചിച്ച് നോക്കി. എടി ഞാനിനി എന്താ ആലോചിക്കാനായിട്ടാ? അരവിന്ദേട്ടൻ മരിച്ചു പോയില്ലേ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല.
ആകെപ്പാടെ ധർമ്മസങ്കടത്തിലാണ് ഞാൻ, ജീവിക്കണമെന്ന് പോലും തോന്നില്ല. അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടാലെന്ന് പറഞ്ഞുകൊണ്ട് കാവേരി ഗംഗയുടെ ശാരദയെ ചേർത്ത് പിടിക്കുകയാണ്. ശാരദയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. മരിക്കണം മരിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മലയുടെ മുകളിൽ നിന്ന് പോയി താഴേക്ക് ചാടിയാലോ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. അങ്ങനെ തീരുവാണെങ്കിൽ തീരട്ടെ, പിന്നെ ഇതുപോലെ ദുരിതമൊന്നും അനുഭവിക്കണ്ടല്ലോ, തൻ്റെ മക്കൾ കിടന്ന് കഷ്ടപ്പെടുത്തൊന്നും കാണണ്ടല്ലോ എന്നൊക്കെ ഒരു ചിന്ത ശാരദയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കാവേരിക്കും ഗംഗയ്ക്കും ഭയങ്കര ടെൻഷനായി. അമ്മയുടെ ഇപ്പോഴത്തെ ഈ മനസ്സ് ശരിയല്ല എന്നുള്ള കാര്യം അവർക്കും മനസ്സിലായിരുന്നു. ഇനി അമ്മ അങ്ങനെ എന്തെങ്കിലും കടുങ്ക ചെയ്യുമോ എന്നൊരു ചിന്തയും മനസ്സിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.